അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, പടം ഓടണം, പടം ഓടുന്നതിനോട് ആർക്കും എതിർപ്പൊന്നുമില്ല. പടം ഓടണം അല്ലേ? കാരണം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പടമാണ്. മാത്രമല്ല നമ്മളൊക്കെ ആരാധിക്കുന്ന നടന്മാർ അഭിനയിച്ചാടിയ പടമാണ്. അതൊക്കെ ഓടട്ടെ. പക്ഷേ അതിൻ്റെ കണ്ടൻറ്, അതിൻ്റെ സബ്ജക്റ്റ്, ആ പടം നൽകുന്ന മെസ്സേജ് അത് ദേശവിരുദ്ധമാണെങ്കിൽ അത് ഓടട്ടെ എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ഇതിൽ കുറച്ച് സമയം അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനായിട്ടുള്ള ശ്രീ ബിനു ഗിരിയത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുമല്ലോ. കാരണം അദ്ദേഹം ആ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതേ പറയാൻ സാധിക്കുള്ളൂ. വിരോധമുള്ള കാര്യമല്ല, അദ്ദേഹത്തിന് അങ്ങനെ പറയട്ടെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. BJPയുടെ നിലപാട് എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമാണ്. ഒരു ബഹുമാനായ ശ്രീ വിനു കിരിയത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ കയറി ഇടപെടുകയോ മലയാള സിനിമയിലെ എങ്ങനെ ആവണം അല്ലെങ്കിൽ ഏതൊക്കെ തീരുമാനിക്കണം എന്നുള്ളത് തീരുമാനിക്കാനൊന്നും BJPയെ സംബന്ധിച്ച് തയ്യാറില്ല. കാരണം BJPക്ക് 100 കാര്യങ്ങളും അതേപോലെ തന്നെ വികസനവും നാടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വിമർശിക്കുന്നവരുടെ ഭാഗമൊന്ന് ചിന്തിച്ച് നോക്കിയാൽ BJPയെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുകയും സംഘപരിവാർ ശക്തികളെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു രാഷ്ട്രീയത്തെ നമ്മൾ മറക്കരുത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ക്രിമിനൽ തലച്ചോറിനെയും നമ്മൾ മറക്കരുത്. എന്താണ് അതിൻ്റെ കാരണം? നമുക്ക് ഈ സിനിമ ഇപ്പോൾ ഉണ്ടാക്കുന്ന ശൈലി എന്താണ്? നമ്മൾ കണക്കിൽ പണ്ട് പഠിച്ചിട്ടില്ലേ, മൈനസും പ്ലസ് എന്ന് പറയപ്പെടുന്നത്. ഇത് ഓൾറെഡി മരിച്ച സിനിമയാണെന്ന്. കാരണം ഇതിനകത്ത് യാതൊരു കണ്ടൻറ്റും ഉണ്ടായിരുന്നില്ല. ഈ സിനിമ വിജയിക്കാനുള്ള സാധനവും അതിനകത്തുണ്ടായിരുന്നില്ല. ഇത് ഒരാഴ്ച സിനിമയായിരുന്നു. അപ്പോൾ ഒരാഴ്ച സിനിമയാകുമെന്ന് അറിയുമ്പോൾ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ള പ്രവർത്തകർ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ICUയിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് വെന്റിലേറ്റർ കൊടുത്ത പോലെ ഒരാഴ്ച കൂടി നീട്ടിക്കിട്ടിരിക്കുന്ന വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിൻ്റെ തുടക്കം എന്താണ്? ഇതിന് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സിനിമ ഇത്ര വലിയ സംഭവമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ അല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഈ പാൻ ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പാൻ ഇന്ത്യ സിനിമയായിരുന്നില്ല. ഇത് കടിക്കാതെ വന്നപ്പോഴാണ് ഒരു വാർത്ത പെട്ടെന്ന് പ്രതലത്തിലുണ്ടാകുന്നത്. എന്താണ്? ലൈക്ക പിന്മാറുന്നു, ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുന്നു. ഗോകുലം ഗോപാലൻ ഇന്നലെയും തുടങ്ങിയതാണോ സിനിമ ഏറ്റെടുക്കൽ? എത്ര സിനിമ? അങ്ങനെയാണെങ്കിൽ രാജു മല്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റി ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തതല്ലേ? ആരെങ്കിലും അറിഞ്ഞോ? രാജു മല്യത്തിൻ്റെ കാശും പോയില്ലേ? ഗോകുലം ഗോപാലിൻ്റെ കാശും പോയില്ലേ? അതാരും അറിഞ്ഞില്ല. അപ്പോൾ വാർത്തയായില്ലല്ലോ ഇത്. മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള എത്ര സിനിമ ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ രക്ഷകനായി വരുന്നു. എന്തോരം വലിയ കാര്യമായിട്ടാണ് ഇവർ വാർത്താ ചാനലുകൾ കൊണ്ടുവന്നത്. ആ ഗോകുലം ഗോപാലൻ്റെ ഏറ്റെടുത്ത ഒരു ചടങ്ങിനെ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് അതിനെ കയറ്റിവെച്ച് അതിനകത്തൊരു ടീസർ ഉണ്ടാക്കി ആ ടീസർ പുറത്തുവിട്ട് എന്തെല്ലാം അഭ്യാസങ്ങൾ കളിച്ചിട്ടാണ് ഈ വണ്ടി കയറ്റി റെയിലുമ വെച്ചത്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് ബുക്ക് മൈ ഷോയിൽ ഇവർ നടത്തിയ തട്ടിപ്പ്? ഈ ബുക്ക് മൈ ഷോയിൽ ഇവർ നടത്തിയ തട്ടിപ്പ് 5 ദിവസത്തേക്ക് ടിക്കറ്റ് കിട്ടാനില്ല. എല്ലാം ബൾക്ക് ബുക്കിംഗ് ആയിട്ട് ഇവർ ടിക്കറ്റ് എടുക്കുന്നു. കുറേ തിയേറ്ററുകാർ അതിൻ്റെ പുറകെ അതോ എല്ലാ ടിക്കറ്റും ചിലവായി പോകുന്നു. എല്ലാം ബുക്ക് മൈ ഷോയിൽ എടുക്കുന്നു. ബുക്ക് മൈ ഷോ ഫുള്ള്, ആളുകൾ തപ്പുന്ന സമയത്ത് ഹെവി തിരക്ക്. ഈ തിരക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതേ പ്രൊഡ്യൂസർമാർ തന്നെയാണ്. ഇതിൻ്റെ 3/4 അല്ലെങ്കിൽ അരഭാഗം ടിക്കറ്റ് എടുക്കുന്നത് ഇവർ തന്നെയാണ്. പകുതി 50%. അപ്പോൾ എന്തായാലും അവർക്ക് 10-65% ഇവർക്ക് എന്തായാലും തിരിച്ചു വരുമല്ലോ. അപ്പം അല്ല, അത് പറ്റൂലെന്ന്. ഇതിലെ ആ ടിക്കറ്റ് ബൾക്കായിട്ട് എടുത്തിട്ട് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു 60-70 ആയിരിക്കാം മാക്സിമം ഇതിൽ, അല്ലെങ്കിൽ സാധാരണ 60-40. ആ 60% ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ 40% മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ ഉപയോഗിച്ച് ഇതിനെ അങ്ങ് ഉയർത്തി വലുതാക്കി കൊണ്ടുവന്നു. പക്ഷേ അതിനുള്ള സാധനം അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിനിമയുടെ BJPയെ സംബന്ധിച്ച് ഒരു സിനിമ എന്ന് പറയപ്പെടുന്നത് സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഇതിനൊന്നും BJP ചോദ്യം ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. BJPക്കും അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ രാഷ്ട്രീയ ഇടപെടലുകളുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പ്രേക്ഷകർ എന്ന രീതിയിൽ അതിന് BJPക്കാരുണ്ടാവും, പലതരം രാഷ്ട്രീയക്കാരുണ്ടാവും, പലതരം ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളില്ലാത്ത പൊതുസമൂഹത്തെ ഒന്നായി കാണുന്ന നിരവധി ഇതിനെ അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും. അവർ ഈ സിനിമ കണ്ട് അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായം പറയാൻ പാടില്ല എന്നും അവർക്കൊരു പട്ടം ചാർത്തി കൊടുക്കുന്ന ഒരു ശൈലി ഉണ്ടാകുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്താണ് അവർക്ക് അഭിപ്രായം പറയാൻ കുഴപ്പം? ഇവിടെ കേരള സ്റ്റോറി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? ഈ കേരള സ്റ്റോറിയെ കുറിച്ച് ഇവിടുത്തെ
മാധ്യമങ്ങൾ ഇതിലെ ഏറ്റവും വലിയ ശവന്തീനികളായി മാറുന്നത് ചില മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾക്കത് പറയുന്നതിൽ, ആ ഭാഷ പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്. കാരണം എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഈ സിനിമ ഇറങ്ങുന്നതിനേക്കാൾ മുൻപ് ഇതിന് വലിയൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു. അത് അവരുടെ തന്ത്രപരമായിട്ടുള്ള പരസ്യ ലാഭം തന്നെയായിരുന്നു. ആ തന്ത്രപരമായ പരസ്യ ലാഭം എടുത്ത് കേരള സ്റ്റോറിയെക്കുറിച്ച് നെഗറ്റീവ് എടുത്ത് അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം തെറ്റാണെന്നും പറഞ്ഞ് അത് ജനത്തിനകത്ത് 2ആക്കിയും 4ആക്കിയും 8ആക്കിയും വിഭജിക്കുമെന്ന് പറയപ്പെടുന്ന ഇതേ മാധ്യമങ്ങൾ തന്നെ ഈ വിഷയത്തെ കാണാതെ പോയി എന്ന രീതിയിൽ അഭിനയിച്ചു. അവർ അങ്ങോട്ട് ആടി തിമിർത്തു. ഒരു മാധ്യമ പ്രവർത്തകൻ 6:30-7 മണി നേരത്തെ 6:30 തുടങ്ങിയ ഷോ കഴിയുന്ന നേരത്ത് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ മൈക്കും പിടിച്ച് പോയൊരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്. അവരുടെ തന്നെ ഓഫീസിലുള്ള ഒരു പെൺകുട്ടി ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ പെൺകുട്ടി അതിന്റെ കമന്റ് പറഞ്ഞു തുടങ്ങുക. എന്താ പറഞ്ഞു തുടങ്ങുന്നത്? ഫസ്റ്റ് ഹാഫ് കുറച്ച് അത് ശരിയായോ, അത് ലാഗ് ചെയ്തോ എന്ന് പറയുമ്പോൾ, അല്ല കുറ്റമൊന്നും പറയണ്ട, ഒരു വലിയ ഇൻഡസ്ട്രിയെ തകർക്കുന്ന പ്രവർത്തനം വേണ്ട എന്ന് ഓൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറയണ്ട എന്നുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ തന്ത്രം കൃത്യമാണ്. ഇതിൻ്റെ പിന്നിലെ തന്ത്രം കൃത്യമാണ്. ഇതിൻ്റെ പിന്നിലെ തലച്ചോർ പ്രവർത്തിക്കുന്ന ശൈലി കൃത്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു സിനിമ, അത് ഏത് സിനിമയായിക്കോട്ടെ, അത് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ രാഷ്ട്രീയപരമായിട്ട് കാണണോ കാണണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രവൃത്തിയെ വിമർശിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അവകാശം ഈ കേരളത്തിലെ മണ്ണിലെ ജനങ്ങൾക്കുണ്ട്. അതൊന്നും നമ്മൾ ഇവർക്കൊന്നും തീറെഴുതി കൊടുത്തിട്ടുള്ളതൊന്നല്ല. പിന്നെ ഈ സിനിമയുടെ പുറകിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടത്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ചർച്ച ചെയ്യണം. ഈ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിക്ക് അറിയില്ലായിരുന്നോ ഈ സിനിമ വിവാദം ഉണ്ടാകുന്നു? ഓനറിയാം. ഓനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കള്ളൻ. അയാളുടെ കള്ളബുദ്ധിയാണ്. എന്ന് പറഞ്ഞാൽ നാടിനെ തമ്മിത്തല്ലിച്ച്, നാടിനകത്ത് വിഷം കുത്തിവിട്ട് ഇവിടെ തമ്മിത്തല്ലിച്ച് ഒരു വിഭാഗത്തിന്റെ പോക്കറ്റിലെ പണം തന്റെ കുടുംബത്തേക്ക് വരണമെന്നുള്ള ഓന്റെ കള്ളബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തി. നടക്കുമ്പോ കാരണം എന്താ അറിയോ, ഓനെ ഉദ്ദേശിച്ചോ ആ പ്രവൃത്തി നടന്നു എന്നുള്ളതാണ്. അയാൾ എന്തുദ്ദേശിച്ചോ അയാൾ എന്തുദ്ദേശിച്ചോ ആ ഉദ്ദേശം ഈ സമൂഹത്തിൽ നടപ്പിലാക്കിയതിൻ്റെ എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ലിച്ചതിൻ്റെ സന്തോഷത്തിൽ പുത്തൻ പച്ച നോട്ടുകൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാം എന്ന് പറയപ്പെടുന്ന നിലപാടാണ് ചെയ്തത്. നോക്കൂ, അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വീരവാദ ഡയലോഗ് ഉണ്ടായിരുന്നില്ല. ജനഗണമന എന്ന് പറഞ്ഞ സിനിമയിലാണ്. എന്തായാലും പറഞ്ഞത്, ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് സിനിമയിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ട്രെയിലറിൽ കയറ്റി വിട്ടിട്ട് ഈ കേരളത്തിലെ ആളുകളുടെ അടുത്ത് ഈ പ്രവൃത്തി കാണിച്ചൊരു വ്യക്തി, ആ വ്യക്തി ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ വിഷയം ഇതിനകത്ത് നാടിനോട് ദോഷം ചെയ്യുന്നൊരു പ്രവൃത്തി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ അവന് ബുദ്ധിയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ പ്രവൃത്തി മനഃപൂർവ്വം ഇന്റൻഷൻലി ഇതിനകത്ത് ആഡ് ചെയ്ത് ഈ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ജനാധിപത്യത്തിന് ദോഷമുണ്ടാക്കുകയും മതേതരത്തെ തകർക്കുകയും ഈ നാടിന്റെ സംസ്കാരത്തെയും ഈ നാടിന്റെ നൈതികതയെയും ഈ നാടിന്റെ ഹാർമണിയെയും തകർക്കുന്ന രീതിയിലേക്ക് ഈ കണ്ടന്റ് കയറ്റിവിടുന്ന സമയത്ത് കേരളത്തിലെ സിനിമയെ ഇഷ്ടപ്പെടുകയും സിനിമയെ അംഗീകരിക്കുകയും സിനിമയെ എന്റർടൈൻമെന്റായി ചെയ്യുന്ന സാംസ്കാരിക കേരളം ഓനോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, കേരളം നിന്റെ തന്തയുടെ വകയല്ല എന്ന്. അത് സ്വാഭാവികമല്ലേ, പ്രേക്ഷകന്റെ പ്രതികരണമല്ലേ. ഇന്ത്യയിലേക്കൊന്നും പോകേണ്ടത്, ഈ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർ ഈ എന്തിനാ കട്ട് ചെയ്യണത്? എന്തിനാണ് വോളണ്ടറി മോഡിഫിക്കേഷൻ എന്നാണല്ലോ ഇവരിപ്പോൾ പറയുന്നത്. പ്രൊഡ്യൂസർ പറയുന്നു, അയ്യോ ജനങ്ങളൊക്കെ കണ്ടാകെ പ്രശ്നമായി, വോളണ്ടറി മോഡിഫിക്കേഷന് തയ്യാറാകണം. സെൻസർ ബോർഡിൽ അവൻ കുത്തിയിരിക്കുന്നു, പോയിട്ട് മുടക്കുള്ള ദിവസമാണെങ്കിലും അവൻ കുത്തിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇത് കട്ട് ചെയ്യണം, 17 കഷ്ണം കട്ടണം, അതിനകത്ത് പേര് മാറ്റണം. ഈ പറഞ്ഞ വൃത്തികെട്ടവൻ അറിയണ്ടായിരുന്നില്ലേ ഈ തെമ്മാടിത്തരങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റുന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ എന്ന് പറയപ്പെടുന്ന വിഭാഗം ഇത് കാണുന്ന സമയത്ത് അപ്പുറത്തെയും ഇപ്പുറത്തെയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ഒരു പ്രവർത്തന രീതി ഉണ്ടാകും. ഈ നാടിന്റെ അകത്ത് ഏറ്റവും വലിയ നൈതികത നഷ്ടപ്പെടും. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഒരു സാധനമാണ് ഞാൻ പടച്ചുവിടുന്നതെന്ന് മനസ്സിലാക്കാൻ സംവിധായകൻ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പുറകിൽ ഒരുത്തൻ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഓന ബോധം ഉണ്ടായിരുന്നില്ല. ഇതിന് കാശ് മുടക്കിയവൻ, ആന്റണി പെരുമ്പാവൂരിനെ ഞാൻ കുറ്റം പറയില്ല, ഓരോരു പൂട്ടും പിണ്ണാക്കിനെ കുറിച്ച് ബോധമില്ല, പൈസ 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 എന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് അയാൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റു വ്യക്തികൾ ഓന്റെ തലച്ചോറിൽ ചിന്തിച്ചിട്ടുള്ള ക്രിമിനൽ ചിന്താഗതിയുടെ പുറകിൽ പ്രവർത്തിച്ച വിഘടന ശക്തികൾ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ലഹരിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ശ്രീ അനിൽ നമ്പ്യാർ. ആ ലഹരിയേക്കാൾ വലിയ വിപത്താണ് ഇതേപോലെയുള്ള വ്യക്തികൾ പടച്ചുവിടുന്ന ഇതേപോലെയുള്ള ഈ പരിപാടി എന്ന് പറയപ്പെടുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന തട്ടിപ്പും മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് വൃത്തികേടുകളും പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാമെന്ന് പറഞ്ഞാൽ, ഈ നാടിനെതിരെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ, ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്ന ശൈലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ, അതിലൂടെ ഒരു സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാമെന്ന് പറഞ്ഞാൽ, അതിലൂടെ ഒരു സമൂഹത്തിലെ ആളുകൾ പരസ്പരം തമ്മിൽ തല്ലിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ ഇവിടുത്തെ പ്രേക്ഷകൻ തയ്യാറാകില്ല.
സിനിമയെ ഇഷ്ടപ്പെടുന്നവൻ തയ്യാറാകില്ല. സിനിമ എന്ന് പറയപ്പെടുന്ന എന്റർടൈൻമെന്റിനെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തി അത് കണ്ടുമ്പോഴും ആസ്വദിക്കുമ്പോഴും അതിനകത്ത് പരസ്പര വിരുദ്ധം അല്ലെങ്കിൽ പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് കരുതിയാൽ പ്രേക്ഷകൻ പ്രതികരിക്കും. അതിനെ ഇയാൾ മാർക്കറ്റ് ചെയ്യുക, അതിനെ മാർക്കറ്റ് ചെയ്യുക. എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത്? സംഘപരിവാർ ആളുകൾ ഇതിനെ എതിർക്കുന്നു. സംഘപരിവാർ ആളുകളല്ല, മലയാള സിനിമയുടെ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പ്രേക്ഷകൻ, നല്ല സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ, അത് സംഘപരിവാറാകാം, അത് മറ്റുള്ള രാഷ്ട്രീയക്കാരാകാം, അവർ അതിനെ എതിർക്കാനുള്ള അവകാശം അവർക്കില്ലേ? അപ്പൊ അതിനെ മാർക്കറ്റ് ചെയ്ത സിമ്പതി ഉണ്ടാക്കാൻ ശ്രമിച്ച് ഒരു വിഭാഗത്തിന്റെ പണം ഇപ്പൊ റംസാൻ വരെ ഓടില്ല ഈ വണ്ടി എന്ന് കണ്ടപ്പോ ഈ വിവാദത്തെ വരെ കൃത്യമാക്കി റംസാൻ വരെ വലിച്ചു നീട്ടി ഒരാഴ്ച കൂടി ഈ സംഭവത്തെ ഓടിക്കാൻ ശ്രമിക്കുന്ന ഈ സിനിമ എന്ന് പറയപ്പെടുന്നത് ആഗോളമാണ്. ഇതിനെ എനിക്ക് വിനു കിരിയത്തിനോട് അക്കാര്യത്തിൽ ഒരു വിരോധമുണ്ട്. ഇതൊരു ആഗോളമല്ല സാറേ. അങ്ങ് ഇത് സിനിമ കണ്ടിട്ടുള്ളത് എന്ത് ആഗോളമാണുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംവിധാനങ്ങൾ ഉണ്ടാക്കി ആ ശൈലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടൊവിനോ തോമസ് എന്ന് പറയപ്പെടുന്ന നടനുണ്ടല്ലോ ഇതിനകത്ത്, ഓനൊരു രാഷ്ട്രീയക്കാരൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതോ ഇടതുപക്ഷത്തിൻ്റെയാണെന്ന് തോന്നുന്നു, ഒരു രാഷ്ട്രീയക്കാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയുക, എന്തോ ഒരു കാര്യം ഉണ്ടായി രാഷ്ട്രീയക്കാരൻ, അപ്പൊ രാഷ്ട്രീയത്തിൽ എൻ്റെ പേര് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമോ എൻ്റെ ഫേസ്ബുക്കിൽ തിരിച്ച് കലക്കി. ഈ വ്യക്തിക്ക് ഈ സമൂഹത്തിനോട് എന്താ പ്രതിബദ്ധത ഉണ്ടായിരുന്നില്ലേ? ഈ സമൂഹത്തിനോട് ലഹരിക്കെതിരെയൊക്കെ വലിയ പ്രസംഗം കളിക്കാനായിട്ട് സ്കൂളുകളിലേക്ക് പോകുന്ന വ്യക്തിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ വൃത്തികേട് പകടച്ചുവിടുന്ന സംവിധാനത്തിന്റെ കൂടെ നിന്ന് ഈ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമ്പോൾ ഓൻ അറിയുമായിരുന്നില്ല ഇത് ദോഷമാണ് എന്ന്? ഓൻ അറിയുമായിരുന്നില്ല ഇത് പ്രയാസമുണ്ടാക്കുമെന്ന്? ഓൻ അറിയുമായിരുന്നില്ല ഇത് സമൂഹത്തെ തമ്മിൽ തല്ലിക്കുമെന്ന്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തലച്ചോറുകളെ, ക്രിമിനൽ തലച്ചോറുകളെ നയിക്കുന്ന വിഘടന ശക്തികൾ, ഇവരുടെ സ്രോതസ്സുകൾ, ഇവരിലേക്ക് വരുന്ന ഫണ്ടുകൾ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ടത്. സിനിമ എന്ന് പറയപ്പെടുന്നത് സിനിമയായി കാണുക എന്ന് പറയുന്ന ശൈലി, അത് കറക്റ്റ്, ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ അതാണ്. അവർ സിനിമയായി കണ്ടോട്ടെ. പക്ഷേ ആ സിനിമയായി കാണുന്ന വ്യക്തികൾ പറയുന്ന അഭിപ്രായങ്ങളെ അസഹിഷ്ണുതാവാദികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അഭിപ്രായം കൃത്യമായി പറയും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യയെ കുറിച്ച് നിന്റെ തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ അതേ നടനോട് പറയാനുള്ളത് കേരളവും നിന്റെ തന്തയുടെ വകയല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നത് പ്രേക്ഷകരാണ്, രാഷ്ട്രീയക്കാരല്ല. അതുകൊണ്ട് അതിലിങ്ങനെ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് അത് വ്യക്തമായിട്ടും വെട്ടി കഷ്ണം വെക്കാക്കി കാര്യങ്ങൾ വെടുപ്പും വൃത്തിയായിട്ട് കൊണ്ടുവന്നാൽ ജനങ്ങൾ അതിനെ അംഗീകരിക്കും. ആ സമയത്ത് സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കത്തിവെച്ചു എന്നും പറഞ്ഞിട്ട് അടുത്ത യുദ്ധവും ചർച്ചയും കൊണ്ടുവരും. അപ്പൊ നമുക്ക് കാണാം.